നമസ്കാരം. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ഭാരതം കണ്ട ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണത്. ശ്രീനിവാസ രാമാനുജനാണ് ആ പ്രതിഭ. ലോകത്തെ പ്രഗത്ഭരായ ഗണിതശാസ്ത്രജ്ഞരുടെ പട്ടികയെടുത്താൽ അവരിലൊരാൾ ശ്രീനിവാസ രാമാനുജനായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആധുനിക ഇന്ത്യയിൽ അദ്ദേഹത്തെ വെല്ലാൻ മറ്റൊരു ഗണിതജ്ഞൻ ഇല്ലെന്ന് തന്നെ പറയാം. ഗണിതശാസ്ത്ര രംഗത്ത് ശ്രീനിവാസ രാമാനുജന്റെ സംഭാവനകളെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. 1729 രാമാനുജൻ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. രാമാനുജൻ സംഖ്യ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൗതുകകരമായ ഒരു കണ്ടെത്തലാണ്. കേവലം 33 വർഷം മാത്രം ജീവിച്ച ഈ മഹാപ്രതിഭ തൻ്റെ കണക്കിലെ പ്രാവീണ്യം കൊണ്ട് മാത്രം ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയിൽ അംഗത്വം നേടിയെന്നത് അസൂയാവഹമായ നേട്ടം തന്നെയാണ്. കണക്കിൻ്റെ ഈ കളിത്തോഴിൻ്റെ ഹ്രസ്വജീവിതം വളർന്നുവരുന്ന പ്രതിഭകൾക്കെല്ലാം വലിയ പ്രചോദനം ഏകുന്നതാണ്. ഗണിതശാസ്ത്ര മേഖലയിലെ ഈ അത്ഭുത പ്രതിഭ ജനിച്ചത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. 1887 ഡിസംബർ 22 ഈറോഡിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പിന്നോക്കമായ സാമ്പത്തിക ചുറ്റുപാടിലാണ് രാമാനുജൻ ജനിച്ചത്. ഒരു തുണിക്കടയിലെ കണക്കെഴുത്തുകാരനായിരുന്നു രാമാനുജൻ്റെ അച്ഛൻ. ഈറോഡിലെ ഒരു കുടിപ്പള്ളിക്കൂടത്തിലാണ് കൊച്ചു രാമാനുജൻ ആദ്യ അക്ഷരം കുറിച്ചത്. തുടർന്ന് കുംഭകോണത്തുള്ള ടൗൺ ഹൈസ്കൂളിൽ പഠിച്ചു. പഠനത്തിൽ, പ്രത്യേകിച്ച് ഗണിതത്തിൽ അതിസമർത്ഥനായിരുന്നു ഈ വിദ്യാർത്ഥി. സാമ്പത്തികമായി പിന്നോക്കമായിരുന്ന രാമാനുജന്റെ പഠന മികവ് കണ്ട് സ്കൂൾ അധികൃതർ ഫീസ് ഇളവ് നൽകി വന്നു. ഈ സ്കൂൾ ജീവിതത്തിലും ഏറെ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് കണക്കിലെ സംശയങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് രാമാനുജനായിരുന്നു. അധ്യാപകർ പോലും കണക്കിലെ രാമാനുജന്റെ താല്പര്യത്തിനും മികവിനും മുൻപിൽ അതിശയിച്ചു പോയിട്ടുണ്ട്. ആരെയും അമ്പരിപ്പിക്കുന്നതാണ് രാമാനുജന്റെ കഴിവ്. എത്ര വലിയ സംഖ്യയുടേതായാലും വർഗ്ഗമൂലം നിമിഷം കൊണ്ട് പറയാനുള്ള രാമാനുജന്റെ കഴിവ് അതിഭയങ്കരം തന്നെയാണ്. 13 വയസ്സുള്ളപ്പോൾ SL ലോണിയുടെ ട്രിഗണോമെട്രിയ എന്നിവയെക്കുറിച്ചുള്ള പുസ്തകം രാമാനുജന്റെ പ്രിയപ്പെട്ട സുഹൃത്തായി തീർന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ GS കാർ എഴുതിയ എ സിനോപ്സിസ് ഓഫ് എലിമെൻ്ററി റിസൾട്ട്സ് ഇൻ പ്യുവർ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്ന ഗ്രന്ഥം അദ്ദേഹത്തിന് ലഭിച്ചു. അധികം വിശദീകരണമൊന്നുമില്ലാത്ത ആ ഗണിത പുസ്തകത്തിലെ കണക്കുകൾ ഓരോന്നായി വിശദമാക്കുന്ന ജോലി രാമാനുജൻ ഏറ്റെടുത്തു. മാസങ്ങളോളം അതിനു പിന്നാലെയായിരുന്നു രാമാനുജൻ. അദ്ദേഹത്തിലെ ഗണിത പ്രതിഭയെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാൻ ആ പുസ്തകം ഏറെ സഹായകമായി. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കുംഭകോണം ഗവൺമെൻറ് കോളേജിൽ സ്കോളർഷിപ്പോടെ പഠിക്കാൻ രാമാനുജന് അവസരം ലഭിച്ചു. ഈ കാലമായപ്പോഴേക്കും രാമാനുജന്റെ മനസ്സ് ഗണിതത്തിൽ മാത്രം മുഴുകി. ബാക്കി വിഷയങ്ങൾക്കൊന്നും അദ്ദേഹം ഒരു പ്രാധാന്യവും നൽകിയില്ല. ഫലമോ, ഗണിതത്തിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ വിഷയങ്ങളിലും രാമാനുജൻ പരാജയപ്പെട്ടു. തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയായിരുന്നു രാമാനുജൻ. 1918 അദ്ദേഹത്തിന് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ചു. അധികം വൈകാതെ ട്രിനിറ്റി കോളേജിൽ വിശിഷ്ട അംഗത്വവും അദ്ദേഹത്തിന് ലഭിച്ചു. രോഗം മൂലം അവശനായ അദ്ദേഹം 1919 ഇന്ത്യയിലേക്ക് മടങ്ങി. ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി വിശിഷ്ട അംഗത്വം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കണക്കിൻ്റെ അത്ഭുത ലോകത്തു നിന്നും ലോകത്തെ വിസ്മയിപ്പിച്ച ഈ പ്രതിഭ 1920 ഏപ്രിൽ 26 ഈ ലോകത്തു നിന്നും യാത്രയായി. കണക്കിലെ കളികൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച ഈ ഗണിതജ്ഞന്റെ ജീവിതവും നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്.